കൊച്ചിയിൽ നിന്നുള്ള പ്രധാന വാർത്തകളിലൊന്ന് 2047ഓടെ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ PFI ഭീകരൻ ഭീമന്റെവിട ജാഫറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കണ്ണൂരിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൂടാതെ പെൻഷൻ ലഭിക്കാത്തതിനെതിരെ KSRTCയിലെ പെൻഷൻകാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് സെക്രട്ടറി, ഗതാഗത സെക്രട്ടറി എന്നിവർ ഓൺലൈൻ വഴി ഹാജരാകും. വിവരങ്ങൾ നൽകാൻ സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ആദ്യമായി അറിയേണ്ടത് ഈ 2047 രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ PFI ഭീകരന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, കണ്ണൂരിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഭീമന്റെവിട ജാഫർ എന്ന PFI ഭീകരൻ NIAയുടെ പിടിയിലാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2047ഓടെ ഇന്ത്യയെ ഒരു ഭീകര രാഷ്ട്രം, ഒരു മുസ്ലിം രാഷ്ട്രമായി മാറ്റുന്നതിന് വേണ്ട ഗൂഢാലോചനകൾ നടത്തുക, അതുമായി ബന്ധപ്പെട്ട കായിക പരിശീലനങ്ങൾ നൽകുക എന്നതുമായെല്ലാം ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടായത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇയാളുമായി ഇത്തരത്തിലുള്ള സമാന വികാരത്തോടെ ഇടപെട്ടവർ, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ നൽകിയ ആ കൂട്ടത്തിൽപ്പെട്ടവർ, ഇവരെക്കുറിച്ചെല്ലാം തന്നെ വിവരം ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യത്തടക്കമുള്ള തീവ്രവാദ സംഘടനകളുമായി പുലർത്തിയ ബന്ധം, ഇത്തരം കാര്യങ്ങളിലെല്ലാം വിശദമായ വിവരം ചോദിച്ചറിയുന്നതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടും വളരെ നിർണായകമാണെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കേരളവും ഇത്തരം തീവ്രവാദ സംഘടനകളുടെ ഒരു വളരെ സുരക്ഷിതമായ ഒരു താവളമായി മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നവരെ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയും അതിലൂടെ ഇതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ചോദ്യം ചെയ്യൽ. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇത് വലിയ രീതിയിലുള്ള അക്രമങ്ങളടക്കം പദ്ധതി ഇട്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു ഇവർ നടത്തിയിരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചിപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ലക്ഷ്മി.